മാപ്രകളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, അവരെ മാപ്രകളിൽ നിന്ന് ജനങ്ങൾ വിളിക്കുന്നത്, നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ് ചെയ്യുന്നത്. പക്ഷേ കയ്യിലിരിപ്പ് കൊണ്ടാണ് ജനം മാധ്യമപ്രവർത്തകരിൽ ഒരു വിഭാഗത്തെ മാപ്ര എന്ന് വിളിക്കുന്നത്. അവർ വിചാരിക്കാത്തൊരു പ്രഹരം, അതും ഇടതുപക്ഷ സർക്കാരിൻ്റെ നോമിനിയായി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, അത് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടി IFFKയുടെ അധ്യക്ഷനാണ്. കേരള സർക്കാർ തീരുമാനിച്ചതാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ നോട്ടത്തിൽ ഒരു മുസൽമാനാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പൂക്കുറ്റി അങ്ങോട്ട് ആഞ്ഞടിക്കും, അത് വെച്ച് അടി പൂക്കുറ്റി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് മാധ്യമപ്രവർത്തകർ കുന്തവും കൊട്ടച്ചക്രവും ഒക്കെ ആയിട്ട് റസൂൽ പൂക്കുറ്റിയെ കാണാൻ പോയത്. എന്തു പറഞ്ഞു? കേന്ദ്ര സർക്കാർ എന്ത് ഫാസിസ്റ്റ് നടപടിയാണ് ഈ കാണിക്കുന്നത്, സിനിമകൾ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, ഫാസിസമല്ലേ ഈ വരുന്നത് എന്നൊക്കെ ചോദിച്ചു. മാത്രമല്ല, ഇത് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ കാരണഭൂത തമ്പുരാൻ്റെ ഒരു പ്രസിദ്ധമായ ഡയലോഗ് ഉണ്ടായിരുന്നു: കേന്ദ്രത്തിൻ്റെ ഫാസിസത്തിനൊന്നും കേരളം വഴങ്ങില്ല, ആര് വിലക്കിയാലും ഈ സിനിമകളൊക്കെ ഇവിടെ കാണിച്ചിരിക്കും എന്നൊക്കെ പിണറായി തമ്പുരാൻ്റെ ഒരു തിട്ടൂരം കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ആവേശം കൂടെ എടുത്ത് പേരിൽ മുസൽമാനായ റസൂൽ പൂക്കുട്ടിയുടെ വായിൽ നിന്ന് വീഴുന്നതൂടെ കിട്ടിയാൽ കേരളത്തിലെ, ഇന്ത്യയിലെ സംഘികളെ അങ്ങ് വറുത്ത് പൊരിച്ചെടുത്ത് നരേന്ദ്രമോദിയുടെ ഫാസിസത്തിൻ്റെ പുതിയ ഉദാഹരണം, സാംസ്കാരിക മേഖലയിലുള്ള ഫാസിസമൊക്കെ തുറന്നു കാട്ടാം എന്ന് പറഞ്ഞിട്ട് ആണ് മാധ്യമപ്രവർത്തകർ നേരത്തെ പറഞ്ഞ സാധനമൊക്കെ എടുത്തുകൊണ്ട് റസൂൽ പൂക്കുറ്റിയെ കാണാൻ ചെന്നത്. എന്നിട്ട് ചോദിച്ചു, എന്തൊരു നടപടിയാണ് കേന്ദ്ര സർക്കാർ, ഇത് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കോടെ റസൂൽ പൂക്കുറ്റി പറഞ്ഞത്, ഇന്ത്യക്ക് ചില വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ആ സിനിമ കാണിക്കണ്ട എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടല്ല, മാധ്യമപ്രവർത്തകർ ആഗ്രഹിച്ച മറുപടിയല്ല. അപ്പോൾ അടുത്ത ചോദ്യം, അല്ല അത് ഫാസിസമല്ലേ? ഉടനെ അടുത്ത ചോദ്യം, മാപ്രകളുടെ മുഖത്ത് നോക്കി കേരളത്തിൽ ഒരാളും ചോദിക്കാത്ത ചോദ്യം, അല്ല അപ്പം നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ? കാരണം ഇന്ത്യ സർക്കാരിന് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കും ചില സിനിമകൾ കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല. ഇന്ത്യയുടെ ബന്ധമൊക്കെ കടലിൽ പോട്ടെ, നമ്മൾ ഇത് കേരളമാണ്, അതുകൊണ്ട് നമുക്കിത് കാണിക്കണം എന്നൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ച മാധ്യമപ്രവർത്തകരോടാണ് വിരൽ ചൂണ്ടി മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി റസൂൽ പൂക്കുറ്റി ചോദിച്ചത്, നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇങ്ങനൊരു ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ ദിലീപിൻ്റെ സിനിമ പോലെ ബബ്ബ ആയിപ്പോയി മറുപടി. ഒന്നും പറയാനില്ല. പിന്നെ മറുപടി പറയാനൊന്നും പറ്റിയില്ല. കാരണം റസൂൽ പൂക്കുറ്റി മനോഹരമായി മലയാളം സംസാരിക്കും, അതിലും മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ വിഴുങ്ങുന്നൊരു സ്വഭാവമുണ്ട്. കാരണം നാവ് വഴങ്ങത്തില്ല. പഠിക്കുന്ന കാലത്ത് വണ്ടിക്ക് കല്ലറങ്ങി എറിയാൻ പോയി, സമരം നടത്തി, ധർണ നടത്തി, SFI രാഷ്ട്രീയം കളിച്ചിട്ട് പിന്നീട് അക്കാഡമി പോയി എന്തെങ്കിലും ഒരു പണി കിട്ടട്ടെ എന്ന് പറഞ്ഞ് വന്നവരാണ് ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും. എന്തെങ്കിലും ഒരു പണി കിട്ടാൻ വേണ്ടി, ഒരു പണിയും കിട്ടുന്നില്ല. ഇപ്പോൾ PSCയുടെ ക്ലർക്ക് പരീക്ഷ എഴുതിയാലും പാസ്സാവത്തില്ല. അത് കാരണം പോയി പ്രസ് അക്കാഡമി ചേർന്നിട്ട് ഒരു ജേർണലിസം ഡിപ്ലോമ എടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ഞാനും മാധ്യമപ്രവർത്തകരാണ്, പ്രിയനും മാധ്യമപ്രവർത്തകരാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരിൽ ഒരുപാട് പേര് മറ്റൊരു പണിയും കിട്ടാത്തതുകൊണ്ട് മാത്രം ഈ ഫീൽഡിൽ വന്നവരാണ്. അല്ലാതെ മാധ്യമപ്രവർത്തന രംഗത്ത്, കേരളത്തിലെ മാധ്യമരംഗത്ത് മാധ്യമപ്രവർത്തകരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന ഏതെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ വേണമെങ്കിൽ ന്യൂസ് ബ്രേക്കിങ്ങുകൾ ഉണ്ടാക്കാനാണെങ്കിൽ ദിലീപിൻ്റെ കേസിലെ വിധി പുറത്തിരിപ്പുണ്ട്. 1714 പേജോ മറ്റുള്ള വിധിയുണ്ട്. ആ വിധി എടുത്ത് കമ്പ് വായിച്ച് എത്ര സ്റ്റോറികൾ ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ അതേക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. കാരണം പണിയെടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യങ്ങളുണ്ട്. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ല ഇവരുടെ ജോലി. കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ്. ആ കുത്തിത്തിരിപ്പിൻ്റെ അതേ സ്വഭാവമായിട്ടാണ് റസൂൽ പൂക്കുട്ടിയുടെ അടുത്തേക്ക് പോയത്. ഇവർക്ക് വലിയ ആവശ്യമായിരുന്നു. കാരണം പിണറായി വിജയൻ സർക്കാർ നിയോഗിച്ച ആളാണ് റസൂൽ പൂക്കുറ്റി. അതുമാത്രമല്ല, അദ്ദേഹം ഈ പേര് പറഞ്ഞ മുസ്ലിം പേരുകളുള്ള ആളുകളെല്ലാം BJP വിരുദ്ധരും മോദി വിരുദ്ധരും ഇന്ത്യ വിരുദ്ധരും ആയിരിക്കും എന്നുള്ളൊരു മുൻവിധിയുണ്ട്. കാരണം ഇവർക്ക് ഇവരുടെ രക്തത്തിലുള്ളത്, രക്തഗ്രൂപ്പ് എടുത്ത് പരിശോധിച്ചാൽ M ആയിരിക്കും ഗ്രൂപ്പ്. മോദി വിരുദ്ധതയുടെ M ഗ്രൂപ്പിലുള്ള മുസ്ലിം അല്ല. M എന്ന് പറയുമ്പോൾ അങ്ങനെയും വ്യാഖ്യാനിക്കും. പക്ഷേ ആ എമ്മിൻ്റെ ആദ്യത്തെ അതിങ്ങനെ M എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിശോധിച്ചാൽ ആദ്യം കാണുന്ന മോദി വിരുദ്ധത, പിന്നെ കാണുന്ന മുസ്ലിം പ്രകടനം. ഇത് രണ്ടും കൊണ്ട് നടക്കുന്ന അർബൻ നക്സൽവാദികളായ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ ഊക്കനടിയാണ് റസൂൽ പൂക്കുറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അവിടെ വെച്ച് തൃപ്തി ആവാഞ്ഞിട്ട് നമ്മുടെ
ഏഷ്യാനെറ്റിലെ ഒരു വിദ്വാനുണ്ട്, എൻ്റെ സുഹൃത്താണ്, ആ ലേഖകൻ റസൂൽ പൂക്കുറ്റി ഒറ്റയ്ക്ക് കണ്ടു. എന്താ ഇനി കൂട്ടത്തോടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒറ്റയ്ക്ക് കാണുമ്പോഴെങ്കിലും മാറ്റി പറയാമോ? പുള്ളി വീണ്ടും ആവർത്തിച്ച് എന്തിന് നമ്മുടെ രാജ്യത്തിന് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ വിദേശകാര്യ നയം വളരെ പ്രധാനമാണ്. അത് ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ എന്നോടുള്ള അടുപ്പം കൊണ്ട് അവരെന്നോട് പറഞ്ഞു, ഇത് പ്രശ്നം വെച്ചാൽ ഈ സിനിമയും കാണിച്ചാൽ അവിടെയുള്ള നമ്മളുമായിട്ടുള്ള ബന്ധം വഷളാവും. ഒരു സിനിമ കാണിച്ച് ആളുകളെ ത്രില്ലടിപ്പിക്കുക എന്നുള്ളതല്ല പ്രധാനം. ഇന്ത്യ ഫസ്റ്റ്, രാജ്യമാണൊന്നാമത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ സിനിമ കണ്ടിട്ട് നീയൊക്കെ കോൾമയർ കൊണ്ടിട്ട് പോയാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ഹോസ്റ്റൈലായി ബാധിക്കുമെങ്കിൽ ആ സിനിമ കാണിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ബോധം റസൂൽ പൂക്കുറ്റി കുറച്ച് പിണറായി വിജയനോട് പറഞ്ഞു കൊടുക്കണം. പിണറായിയുടെ ഗീർവാണങ്ങൾ ഒരു സജി എന്താ പറയുക, സജി ചെറിയാൻ ഇത് തന്നെ പറഞ്ഞ ഈ ചിത്രങ്ങളിലെ പ്രദർശിപ്പിക്കുന്നു. ഇയാൾ വീട്ടിൽ പോയിരുന്നത് കാസറ്റ് ഇട്ട് കാണാൻ. അല്ല, ഇത് മാത്രമല്ലല്ലോ, CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു, സകലതും പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ, SIR നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. അല്ല, അതെല്ലാം പോട്ടെ, അതെല്ലാം നമ്മുടെ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ റസൂൽ പൂക്കുറ്റി അതും പറഞ്ഞു, ഇത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് കളിക്കേണ്ട വിഷയമല്ല രാജ്യാന്തര ബന്ധങ്ങൾ, ഇൻ്റർനാഷണൽ റിലേഷൻസ്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ പരിഗണിക്കുമ്പോൾ നമ്മുടെ കക്ഷിയെ ആര് ഭരിക്കുന്നു, സർക്കാർ ആരാണ്? സർക്കാർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്, ഇന്ത്യയാണ്, ഭാരതമാണ്. അതാരും ഭരിക്കുന്നു എന്ന് നോക്കുകയല്ല. രാജ്യം ഒരു നിലപാടെടുത്താൽ ആ രാജ്യത്തിൻ്റെ നിലപാടിനെതിരെ ഒരു നിലപാടെടുക്കുക എന്നുള്ളതല്ല മറ്റൊരു സ്റ്റേറ്റിൻ്റെ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. സാംസ്കാരിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും എല്ലാ നിയമങ്ങളെയും ലംഘിച്ച് കാണിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ വിദേശത്ത് നിന്ന് വിളിക്കാൻ വന്ന ആളുകൾക്ക് ഇന്ത്യ വിസ കൊടുത്തില്ലല്ലോ. ഇവിടെ രാജ്യത്തിന് താല്പര്യമില്ലാത്ത, രാജ്യത്ത് ഇവർ വന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്ന, രാജ്യത്തിനെതിരായ നിലപാടുകൾ എടുത്തിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യക്ക് പിണറായി വിജയനല്ല ഉള്ളത്. പിണറായി വിജയൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വീട്ടിൽ വന്ന് സദ്യ കഴിച്ചിട്ട് പോകാൻ വരുന്നവരല്ല, അങ്ങനെ പോകേണ്ടവരല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ. നമ്മുടെ നിതിൻ ഗഡ്കരി പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി സദ്യ കഴിക്കും. അത് അവർ തമ്മിലുള്ള ഊഷ്മളമായ വ്യക്തിപരമായ ബന്ധമാണ്. കാരണം അവർ രണ്ട് പാർട്ടിക്കാരാണെങ്കിലും രണ്ടും ഭാരതീയരാണ്. പിണറായി വിജയൻ ഇന്ത്യക്കാരനാണ്. പിണറായി വിജയൻ ഒരിക്കലും ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ ഭാരതീയനല്ല എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് പാകിസ്ഥാനിലാണ് എന്ന് നമ്മുടെ സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ലാഹോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സച്ചിദാനന്ദൻ. എന്ന് പറയാം, അവിടെ ഒരു കിലോ ഗോതമ്പിന് വേണ്ടി 5 പേരെ കുത്തിക്കൊന്ന നാടാണ്. അങ്ങനെ ജീവിക്കുന്ന ലാഹോറിനെ ലോകത്തിൻ്റെ സാംസ്കാരിക നായകൻ എന്ന് പറയുന്ന അത്രയും പറപ്പൊന്നും പിണറായി വിജയൻ കാണിച്ചിട്ടില്ല. പിണറായി വിജയൻ ബേസിക്കലി ഈസ് ആൻ ഇന്ത്യൻ സർക്കാരിൻ്റെ ഞാൻ മോദി സർക്കാരിൻ്റെ നല്ല പറയും, ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ തൻ്റെ പാർട്ടി മുൻകാലങ്ങൾ എതിർത്തായിരിക്കും. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് രാജീവ് അടക്കമുള്ള ആളുകൾ സമരം ചെയ്തതാണ്. അതേ രാജീവ് തന്നെ ആ പദ്ധതിയുടെ ആളായിട്ട് വന്നു. നമ്മുടെ വിഴിഞ്ഞം മാത്രമല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളം ശർമ്മ സഖാവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെയൊക്കെ ശാപത്തെ ചവിട്ടിയിട്ടേ ഇവിടെ ഈ വിമാനത്താവളം വരുള്ളൂ എന്ന് പറഞ്ഞു. ആ വിമാനത്താവള കമ്പനിയുടെ ചെയർമാനായിട്ട് ശർമ്മ ഇരുന്നുണ്ട്. പിന്നെ വിഴിഞ്ഞം പദ്ധതി പാവം ഉമ്മൻചാണ്ടിയായി ഇവർ പറഞ്ഞതെന്താ, കടൽ കൊള്ള എന്തൊക്കെ പറഞ്ഞിട്ടാണ്, എത്ര ഭീകരമായ ആരോപണങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഉപയോഗിച്ചത്. പക്ഷേ ഇതെല്ലാം നടപ്പാക്കി. നാഷണൽ ഹൈവേ VS അച്യുതാനന്ദൻ പറഞ്ഞില്ല, 30 മീറ്റർ റോഡോ പള്ളി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. 30 മീറ്റർ പോലും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കേരളത്തിൽ നാഷണൽ ഹൈവേ വരികയാണ്. അത് പിണറായിക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ട്, ഇല്ലെന്നും പറയണ്ട. കാരണം പിണറായിക്ക് 5 പൈസ ചിലവില്ല നാഷണൽ ഹൈവേ വരുന്നതിൽ എന്നത് സത്യമാണ്. അത് ഈ സഖാക്കൾ ഒളിച്ചു വെക്കുന്ന കാര്യമാണ്. മരുമോൻ്റെ ഫ്ലക്സ് അടിക്കാനുള്ള കാശ് മാത്രമേ ചിലവാകുന്നുള്ളൂ. എന്നാൽ പോലും ഇച്ഛാശക്തി ഉണ്ടല്ലോ, ഇതിവിടെ വരണം, ഇത് രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോഴാണ് ഇവിടെ ചില ആളുകൾ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് സച്ചിദാനന്ദൻ സാർ, നേരത്തെ പറഞ്ഞില്ലേ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് പിണറായി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക നായകൻ, അദ്ദേഹം പറഞ്ഞു, അതായത് പിണറായി ആലോചിക്കണം, അദാനിക്ക് വേണ്ടി ഹൈവേ ഉണ്ടാക്കണോ എന്ന് ആലോചിക്കണമെന്ന്. ഹൈവേ ഉണ്ടാക്കുന്നത് അദാനിക്ക് വേണ്ടിയിട്ടാണത്, രാജ്യത്തിന് വേണ്ടി. ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മരയുളകൾ സാംസ്കാരിക നായകന്മാരായിട്ട് നിൽക്കുന്ന നാടാണിത്. അവർ ഇവിടെ പ്രതീക്ഷിക്കുന്നത് വലിയ റോഡുണ്ടായ, കാറും വീടും ഫ്രിഡ്ജും കിട്ടിയാൽ നാടിന് വികസനമായോ? അതേ റോഡുണ്ടാവണമെന്നേ. ഹൈവേ റോഡുകൾ വേണ്ട, ഗ്രാമ റോഡിന് മുൻഗണന.
പണ്ട് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൊക്കെ പാടി നടന്ന മുദ്രാവാക്യം. ഞാനൊക്കെ അങ്ങ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവരുടെ ബാലവേദിയിലൊക്കെ പോയിട്ടുണ്ട്. ഹൈവേ റോഡുകൾ വേണ്ട, ഗ്രാമ റോഡിന് മുൻഗണന. ഗ്രാമത്തിൽ കൂടെ മാത്രം റോഡ് ഉണ്ടായ രാജ്യം എങ്ങനെ വികസിക്കും പ്രിയ? ഇതൊക്കെ പറഞ്ഞു. കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ബഗനാണ്. CPM-ന്റെ ആളുകൾ ഐഫോണും ലാപ്ടോപ്പും കൊണ്ട് സംസ്ഥാന സെക്രട്ടറി വരെ നടക്കുന്നത്. ഇങ്ങനെ ഊളത്തരം പറഞ്ഞു നടന്നിട്ടുള്ള ഒരു പാർട്ടി, അതിൻ്റെ സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക പിമ്പുകളുള്ള കാലത്താണ് CPM സർക്കാർ ഹാൻഡ് പിക്ക് ചെയ്ത് തിരഞ്ഞെടുത്ത് വെച്ച റസൂൽ പൂക്കുറ്റി ഇന്നലെ പിണറായി വിജയനെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു. അങ്ങനെയുള്ള സാംസ്കാരിക നായകരെ, മാധ്യമ പ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ മാത്രം കണ്ടു പരിചയിച്ച ജനങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടാണ് റസൂൽ പൂക്കുറ്റി ഈ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് കാലമായി ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത്, നീയൊക്കെ ഇന്ത്യക്കാരനാണോ എന്ന്. ഈ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ വേണമെങ്കിൽ റസൂൽ പൂക്കുറ്റിയെ നാളെ വഴിതടയാം, പുറത്താക്കാം. അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട്, ഇപ്പോൾ തന്നെ അലിഗേഷൻ ഉണ്ട്, അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് പൂർണ്ണസമയം അദ്ദേഹത്തിന് IFFKയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നൊരു അലിഗേഷനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നൈസായിട്ട് അത് പറഞ്ഞിട്ട് റസൂൽ പൂക്കുറ്റിയെ മാറ്റാം. എന്നാലും റസൂൽ പൂക്കുറ്റി ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കണം എന്ന് പറയുന്ന, അതാണ് വേണ്ടതെന്ന് പറയിപ്പിക്കാൻ വേണ്ടി മൈക്കുമെടുത്ത് നടത്തുന്ന മാപ്രകളോട് നീയൊക്കെ ഇന്ത്യക്കാരാണോ എന്നുള്ള റസൂൽ പൂക്കുറ്റിയുടെ ചോദ്യം, അദ്ദേഹത്തെ നിങ്ങൾ വഴിതടഞ്ഞാലും ഒഴിവാക്കിയാലും പുറത്താക്കിയാലും ഈ സമൂഹത്തിൽ ബാക്കി നിൽക്കും.